ഹായ് ഗൈസ്, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. അപ്പോൾ ഇന്ന് തിരുവോണം അല്ലേ, നമുക്ക് അമ്പലത്തിൽ പോകണം, പൂക്കളെ വിടണം, സദ്യ കഴിക്കണം, ഒത്തിരി കാര്യങ്ങളുള്ള ദിവസമാണ് ഇന്നലെ അല്ലേ. അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ രാത്രി തന്നെ ഞാൻ അത്തക്കളമൊക്കെ നല്ല സമയം എടുത്ത്, അത്യാവശ്യം നല്ല സമയം എടുത്ത് തന്നെയാണ് ചെയ്തത്. കാരണം ഇന്നും കൂടി ഇട്ടാൽ മതിയല്ലോ, ഇനി അടുത്ത വർഷമല്ലേ. ശരിക്കും ഞാൻ മിസ് ചെയ്യും. 10 ദിവസം അത്ര പെട്ടെന്നാണല്ലേ പോയത്. പിന്നെ രാവിലെ എണീറ്റ് കുളിച്ച് റെഡി ആയിട്ടാണ് കേട്ടോ ഓണത്തപ്പനെ വരവേൽക്കാനായിട്ട് തുമ്പയും തുളസിയും മുക്കൂറ്റിയൊക്കെ എടുത്തിട്ട് നമ്മൾ വെച്ച് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഓണത്തപ്പനെ വരവേറ്റു. പിന്നെ വേഗം അടുക്കളയിലോട്ട് കയറി പായസം വെക്കണമായിരുന്നു. പിന്നെ അമ്പലത്തിൽ പോകണമായിരുന്നു. പാലടയാണ് കേട്ടോ വെച്ചത്. അത് വെച്ച് കട്ടിപ്പരിപ്പും വെച്ച് പിന്നെ അമ്മ അവിയലും ക്യാബേജ് അമ്മ ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളിതാ റെഡിയായിട്ട് വേഗം അമ്പലത്തിലോട്ട് പോയി. കൂട്ടുകാരും എല്ലാവരും അമ്പലത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു പച്ച കസവിൻ്റെ സെറ്റും കൊണ്ടുമാണ് കൊടുത്തത്. അപ്പോൾ അതാ ചെന്നപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ചെന്ന ഉടനെ ക്യൂവിൽ കയറി, എല്ലാവരുടെയും കൂടെ ക്യൂവിൽ കയറി അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി പ്രസാദമൊക്കെ വാങ്ങിച്ചു വന്നു. പിന്നെ മെയിനായിട്ടുള്ള ഉദ്ദേശം എല്ലാവരെയും കാണുക, വർത്തമാനം പറയുക, കുറച്ച് നേരം ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക, അത്രയൊക്കെ തന്നെ. ഓണമാകുമ്പോൾ അങ്ങനെയല്ലേ, പുതിയ ഡ്രസ്സ് ഇട്ടുണ്ട് പോയി നമുക്ക് 1-2 ഫോട്ടോസൊക്കെ എടുക്കണം, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇവരെയൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം, ഒത്തിരി നേരം വർത്തമാനം പറഞ്ഞ് നിൽക്കുമ്പോൾ അതൊരു സന്തോഷം. അങ്ങനെ സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ. കാരണം വല്ലപ്പോഴുമാണ് എല്ലാവരും കാണാറുണ്ടെങ്കിലും എല്ലാവരും ഒരുമിച്ച് കാണുന്നത് ഇങ്ങനെ വല്ലപ്പോഴൊക്കെ അല്ലേ. അപ്പം അതൊരു സന്തോഷം. പിന്നെ ആ വീട്ടിൽ വേഗം വന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ച സാധനങ്ങളൊക്കെ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് പാത്രങ്ങളിലായിട്ടൊക്കെ സെറ്റ് ചെയ്ത് എല്ലാ കറികളും, ചോറും, പായസം, പപ്പടം, പഴം എല്ലാം വെച്ചു. അച്ഛനും അമ്മയും ഡൈനിങ് ടേബിളിൽ തന്നെ ഇരുന്നാണ് കേട്ടോ കഴിച്ചത്. കാരണം അവർക്ക് രണ്ടുപേർക്കും കാലിന് വയ്യ, ഈ ചമ്പ്രം പടഞ്ഞിരിക്കാനൊന്നും വയ്യ. അപ്പം ഞങ്ങൾ 3 പേരും ഇലയിട്ട് താഴെ തന്നെ ഇരുന്ന് നല്ല ആസ്വദിച്ച് നമ്മുടെ ഓണസദ്യ, നമ്മൾ ഉണ്ടാക്കിയ ഓണസദ്യ കഴിച്ചു. അതൊരു വേറെ ഫീലാണ് അങ്ങനെ കഴിക്കുമ്പോൾ. അങ്ങനെ കഴിച്ച് കുറച്ച് നേരമൊക്കെ റെസ്റ്റ് ചെയ്തതാ. ഇനിയിപ്പോൾ എൻ്റെ വീട്ടിലോട്ട് പോകുവാണ്. അത് ഒരു പതിവാണ് എല്ലാ വർഷവും. കാരണം ഉച്ച കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോകും. ചിലപ്പോൾ രാത്രി തന്നെ തിരിച്ചു പോരും, അല്ലെങ്കിൽ അവിടെ നിൽക്കും, അങ്ങനെയാണ്. അപ്പോൾ തന്നെ ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ നല്ല ഭംഗിയിൽ തന്നെ പൂക്കളമൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് അമ്മയും അണ്ണനും ശ്രീലക്ഷ്മിയും അച്ഛനും കൂടി നല്ല പൂക്കളും ഓണത്തപ്പനെയൊക്കെ വെച്ച് ഹാപ്പി ഓണമൊക്കെ എഴുതി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടമായി, നല്ല ഡിസൈനൊക്കെ ആയിരുന്നു, കളർഫുള്ളായിരുന്നു അത്തക്കളം. പിന്നെ എന്നാലും ആമിയാണ് ഇപ്പം നമ്മളെ വെൽക്കം ചെയ്യുന്ന മെയിൻ ആൾ. അവളാണ് നമ്മളെ ഇപ്പോൾ വെൽക്കം ചെയ്യുന്നത് തന്നെ. അമ്മ ഉണ്ടാക്കിയ പലഹാരങ്ങളാണ് ആദ്യം പോയി നോക്കിയത്, അതൊക്കെ എടുത്ത് കഴിച്ചു. അപ്പം അത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസ.